ഹായ്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കായ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി സി പവർ സപ്ലൈ നോക്കാം. ബ്ലോക്ക് ഡയഗ്രത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് ഡയഗ്രാംസ് എന്നാണ്. പക്ഷേ നമ്മുടെ ഡി സി പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. എന്നാൽ പോലും നിങ്ങൾക്ക് ബ്ലോക്ക് ഡയഗ്രാം വരച്ച് ഓരോ ബ്ലോക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാവുന്നതാണ് അത്യാവശ്യം നല്ലൊരു മാർക്കിന്. അപ്പോൾ ഇത് ചോദിക്കില്ല എന്ന് എഴുതി വിട്ടിട്ട് പോകരുത്. അത്യാവശ്യം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സെഷൻ ആണ്. സോ പഠിച്ചിട്ട് പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ജീവിതത്തിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠനത്തിൽ അങ്ങോട്ട് ഒരു പേജിൽ പോലും തികയാത്തത്ര വലിയ വലിയ സർക്യൂട്ട് ബ്ലോക്ക് ഡയഗ്രാംസുകൾ പഠിക്കേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ആണ്. ആകെ ഉള്ളത് 4 ബ്ലോക്സ്, പിന്നെ 2 ഗ്രാഫ്. അത് മസ്റ്റ് ആണ് കേട്ടോ. ആദ്യവും അവസാനവും വരച്ചിരിക്കുന്ന ആ ഗ്രാഫും കൂടെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പൂർണ്ണതയുള്ളൂ, ഭംഗിയുള്ളൂ. സോ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്, നമ്മുടെ ഇൻപുട്ടിലുള്ളത് ആരാണ്? എ സി ഇൻപുട്ട് സിഗ്നൽ ആണ് അല്ലെ. എ സി ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂ സിഗ്നൽ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂ സിഗ്നൽ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു നമ്മളുടെ എ സി ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്, അതായത് എ സി സിഗ്നൽ ഉണ്ട്. അതാണ് നമ്മുടെ ഇൻപുട്ട്. ഈ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ആദ്യം ആരുടെ അടുത്താണ് കൊടുക്കുന്നത്? ട്രാൻസ്ഫോമറിന്റെ അടുത്താണ് കൊടുക്കുന്നത്. ട്രാൻസ്ഫോമർ 2 തരത്തിലുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. നമ്മളെ ട്രാൻസ്ഫോമർ എന്തായിരിക്കും ചെയ്യുക? നമ്മളുടെ ഇവിടുത്തെ ഈ എ സി സിഗ്നൽ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജിലുള്ളതാണ്. ട്രാൻസ്ഫോമർ അതിനെ എന്താക്കി മാറ്റുന്നു? ലോ വോൾട്ടേജിലുള്ളതാക്കി മാറ്റുന്നു. അതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ജോലി. ട്രാൻസ്ഫോമറിന്റെ ജോലി കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്നും റെക്ടിഫയറിന്റെ ഇൻപുട്ടിലോട്ടാണ് പിന്നെ ഉള്ള കണക്ഷൻ. അവിടെ റെക്ടിഫയറിന്റെ ജോലി റെക്ടിഫയർ അപ്പൊ ചെയ്യും. എന്താണ് റെക്ടിഫയറിന്റെ ജോലി എന്ന് പറയുന്നത്? ഈ എ സി ലോ വോൾട്ടേജ് സിഗ്നലിനെ ഡി സി വോൾട്ടേജ് ആക്കുക അല്ലെങ്കിൽ ഡി സി സിഗ്നൽ ആക്കുക എന്നുള്ളതാണ് റെക്ടിഫയറിന്റെ ജോലി എന്ന് പറയുന്നത്. ആ ജോലി റെക്ടിഫയർ ചെയ്യും. അതിനുശേഷം ആ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മുടെ ഫിൽറ്ററിന്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഫിൽറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫിൽറ്റർ എന്തായിരിക്കും ചെയ്യുന്നത്? ഫിൽട്രേഷൻ ആയിരിക്കും ചെയ്യുന്നത്. അതിലുള്ള ആവശ്യമില്ലാത്ത കമ്പോണൻസുകളെയൊക്കെ റിമൂവ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ആണ് ഫിൽറ്റർ ചെയ്യുക അല്ലെ. ഇതിനെക്കുറിച്ച് ഓരോ ബ്ലോക്സുകളെ കുറിച്ചും നിങ്ങൾക്ക് അതിന്റെ ഓരോ ബ്ലോക്സിന്റെ ഫങ്ഷൻസുകളെ കുറിച്ചും നിങ്ങൾ എഴുതുക. ചുമ്മാ ബ്ലോക്ക് ഡയഗ്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഓരോ ബ്ലോക്കിനെ കുറിച്ചും നിങ്ങൾ താഴോട്ട് എഴുതി വെക്കുക. എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഈ ക്വസ്റ്റ്യന് ചോദിക്കുന്ന ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ആ ബ്ലോക്സുകളുടെ ഫങ്ഷൻ കൂടി എഴുതണം. ചുമ്മാ ഒരു ബ്ലോക്ക് ഡയഗ്രം വരച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഇപ്പോൾ താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? ഫിൽട്രേഷൻ പരിപാടിയാണ് ചെയ്യുന്നത്. വോൾട്ടേജ് റെഗുലേറ്റർ എന്താ ചെയ്യുക? വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വോൾട്ടേജിനെ സ്റ്റേബിൾ ആക്കുക, കോൺസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് വോൾട്ടേജ് റെഗുലേറ്റർ ചെയ്യുക. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ജോലി കഴിഞ്ഞിട്ട് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മളുടെ എന്ത് പോകും? നമുക്ക് വേണ്ട റെഗുലേറ്റഡ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് സിഗ്നൽ ആണ് പോകുന്നത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്റ്റഡി സിഗ്നൽ ആയിരിക്കും. അതെന്തായിരിക്കും? ഒരു സ്റ്റഡി സിഗ്നൽ ആയിരിക്കും. അപ്പോൾ എന്താണ് എ സി ഇൻപുട്ട് സിഗ്നൽ? അതിന്റെ അകത്തും ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജിന് ഇടയിൽ എന്തുണ്ട്? 4 ബ്ലോക്കേ ഉള്ളൂ. 4 ബ്ലോക്കേ ഉള്ളൂ. ഏതൊക്കെയാണത്? ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ. എളുപ്പത്തിന് ഇങ്ങനെ ഓർത്തു വെക്കാം, TRF VR, TRF VR. ഓക്കെ, നോക്കൂ, ദ എസെൻഷ്യൽ ബ്ലോക്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഇനി നമ്മളുടെ ഓരോ ബ്ലോക്സും അതിന്റെ ഫങ്ഷൻസുകളും നോക്കാം. ട്രാൻസ്ഫോമർ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതെന്ന് ഞാൻ പറഞ്ഞു? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എന്താണ് ഫങ്ഷൻ? സ്റ്റെപ്സ് ഡൗൺ ദ ഹൈ എ സി മെയിൻസ് വോൾട്ടേജ്, എക്സാമ്പിൾ 120 വോൾട്ട് or 230 വോൾട്ട്, to a much lower AC voltage level suitable for the electronic circuit. It also provides electrical isolation. എന്താ? ട്രാൻസ്ഫോമർ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗൺ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, എഴുതാൻ മറക്കരുത്.
പിന്നെ നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ ആയിട്ടുള്ള ഹൈ എ സി വോൾട്ടേജിനെ അതെന്താക്കി മാറ്റുന്നു? ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലോവർ എ സി വോൾട്ടേജ് ലെവലാക്കി മാറ്റുന്നു. അതോടൊപ്പം ഈ ലോവർ വോൾട്ടേജ് ലെവലാക്കുന്ന എന്തിനാ? ഈ ഹൈ വോൾട്ടേജ് ലെവൽ തന്നെ കടത്തി വിട്ടാൽ പോരെ. അതെങ്ങനെ ശരിയാവും? നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസസുകൾക്ക് വേണ്ടത് ലോ വോൾട്ടേജ് ആണ്. നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ലോ വോൾട്ടേജിൽ നമ്മളെ ഹൗസ് ഹോൾഡിലൊക്കെ മെയിൻ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസ് ഹോൾഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് എന്താ വളരെ ചെറിയ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ഹൈ വോൾട്ടേജ് കടത്തിവിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫോമർ അതോടൊപ്പം എന്തും ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ ഐസൊലേഷനും ചെയ്യുന്നുണ്ട്. എന്താണ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ? ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഫങ്ഷണൽ സെഷൻസ് ഉണ്ട് അല്ലെ. ഈ ഫങ്ഷണൽ സെഷൻസിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ പ്രിവെന്റ് ചെയ്യണം. ആ പ്രിവെൻഷൻ ആര് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫോമർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത എ സി കമ്പോണൻസുകളെയും കടത്തിവിടേണ്ട ആവശ്യമില്ല. അതും ആര് ചെയ്യുന്നുണ്ട്? അതിനെ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. അത് ട്രാൻസ്ഫോമർ ചെയ്യുന്നു. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ പണി എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ പണി കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ കൂടെ നമ്മളുടെ ലോ വോൾട്ടേജ് പോവും, ലോ എ സി വോൾട്ടേജ് പോവും. അത് ഏതിന്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? റെക്ടിഫയറിന്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റെക്ടിഫയർ ഈ ഇൻപുട്ട് സ്വീകരിച്ച് അതിനെ എന്താക്കി മാറ്റും? ഈ ലോ വോൾട്ടേജ് എ സി എന്താക്കി മാറ്റും? പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആക്കി മാറ്റും. ആ വേർഡ് ശ്രദ്ധിക്കണം. ഞാൻ ചുമ്മാ ഡി സി വോൾട്ടേജ് സിഗ്നൽ എന്നല്ല പറഞ്ഞത്, പൾസേറ്റിംഗ് ഡി സി. ഈ ഒരു വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. പൾസേറ്റിംഗ് ഡി സി, പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആക്കി മാറ്റും. ദിസ് ഈസ് അച്ചീവ്ഡ് യൂസിങ്. ഇതെങ്ങനെയാണ് റെക്ടിഫയറിൽ അച്ചീവ് ചെയ്യുന്നത്? ഡയോഡ്സ് യൂസ് ചെയ്തു. ഡയോഡ്സ് ആണ് എന്ത്? യൂണി ഡയറക്ഷണൽ ഫ്ലോ, കറണ്ടിന്റെ ഫ്ലോയിനെ സഹായിക്കുന്നത്. സോ നമ്മൾ ഡയോഡിനെ യൂസ് ചെയ്യും. ഡയോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ടിനെ കടത്തിവിടൂല, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലൂടെ കറണ്ട് ഫ്ലോ അനുവദിക്കും. സോ അതുവഴിയാണ് റെക്ടിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്നും പോകുന്ന ആ ഒരു സിഗ്നലില് എന്തുണ്ടാവും? എ സി കമ്പോണൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ റിപ്പിൾ എന്ന് വിളിക്കും. എ സി കമ്പോണന്റ് ഉണ്ടാവും. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഡി സി വോൾട്ടേജ് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിൽ എന്തോ ഉണ്ടാവും? കുറച്ച് എ സി കമ്പോണന്റ് റിപ്പിൾ എന്ന് പറയും. എ സി കമ്പോണന്റിന് നമ്മൾ എന്തെന്ന് പറയും? റിപ്പിൾ എന്ന് പറയും. ഓക്കെ. ഈ റിപ്പിൾ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മൾ സെമി കണ്ടക്ടറോ അടിച്ചപ്പോ കുറച്ച് ഇമ്പ്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഡി സി കമ്പോണന്റ് ഉണ്ടാവേണ്ട സ്ഥലത്ത് കുറച്ച് എ സി കമ്പോണന്റ് കിടന്നാൽ നമ്മൾ എന്ത് പറയും? അതിന് ഇമ്പ്യൂരിറ്റി എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ളപ്പോ എ സി മതി. ഡി സിന് ആവശ്യമുള്ളപ്പോ എ സിന്റെ തരി പോലും ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് നമുക്ക് ഇമ്പ്യൂരിറ്റി എന്നേ പറയാൻ പറ്റൂ. ആ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യില്ല, റിപ്പിൾ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ. എ സി കമ്പോണന്റ് അതിൽ കാണും, എ സി റിപ്പിൾ കമ്പോണന്റ് കാണും എന്ന് പറയും നമ്മൾ അതിനെ. ക്ലിയർ അല്ലേ? ഇനി റെക്ടിഫയറിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയ? പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആണ് കിട്ടിയത്. അതിൽ എന്തുകൊണ്ട്? എ സി റിപ്പിൾ കമ്പോണൻസും ഉണ്ട്. അപ്പൊ അതിനെ ഫിൽറ്റർ ചെയ്ത് കളയണ്ടേ? അതിനാണ് ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫിൽറ്റർ സർക്യൂട്ട് എന്ത് ചെയ്യും? റെഡ്യൂസസ് ദ എ സി റിപ്പിൾ കമ്പോണന്റ് ഇൻ ദ പൾസേറ്റിംഗ് ഡി സി ഔട്ട്പുട്ട്. This is commonly a large capacitor that stores charge during the peaks of pulsating DC and discharges it when the voltage drops, resulting in a much smoother unregulated DC voltage. എന്ത് ചെയ്യുന്നു? ഈ ആവശ്യമില്ലാത്ത കമ്പോണന്റ് ആയിട്ടുള്ള എ സി റിപ്പിൾ കമ്പോണന്റ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്ന. പൾസേറ്റിംഗ് ഡി സി ഔട്ട്പുട്ടിനെ മാത്രം ഔട്ട്പുട്ടിലോട്ട് വിടും. ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാല് ഫിൽറ്ററിൽ കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? പൾസേറ്റിംഗ് ഡി സിന്റെ പീക്കിലെ മുകളിലെ ഭാഗം പീക്കിലോട്ട് എത്തൂലേ? പീക്ക് എത്തുന്ന സമയങ്ങളിൽ കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യും. എപ്പോഴാണോ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നടക്കുന്നത്, അവിടെ ആ സമയത്ത് ചാർജിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തിട്ടാണ് അവിടെ ഫിൽട്രേഷൻ നടക്കുന്നത്. ആൻഡ് ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? സ്മൂത്തർ ആൻഡ് അൺറെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ്.
സ്മൂത്തർ ആയിട്ടുള്ളതും അൺറെഗുലേറ്റഡ് ആയിട്ടുള്ളതും DC വോൾട്ടേജ്. അവിടെ ഞാൻ ഡാർക്കൺ ചെയ്തിരിക്കുന്ന വേർഡ്സുകൾ നിങ്ങൾ അതുപോലെ തന്നെ എഴുതി വെക്കുക. സ്മൂത്തർ ആൻഡ് അൺറെഗുലേറ്റഡ് DC വോൾട്ടേജ്. ക്ലിയർ അല്ലേ? നമുക്ക് കിട്ടുന്നത് ഒരു അൺറെഗുലേറ്റഡ് DC വോൾട്ടേജ് ആണ്. പക്ഷെ നമുക്ക് എന്ത് വേണം? കോൺസ്റ്റന്റ് ആൻഡ് സ്റ്റേബിൾ DC വോൾട്ടേജ് ആണ് നമ്മളുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിന് വേണ്ടത്. അപ്പൊ അതിനാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററിലോട്ട് ആരെ കൊടുക്കുന്നത്? നമ്മളുടെ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിനെ കൊടുക്കുന്നത്. അപ്പൊ വോൾട്ടേജ് റെഗുലേറ്റർ എന്ത് ചെയ്യുന്നു? നമുക്ക് കോൺസ്റ്റന്റും സ്റ്റേബിളും ആയിട്ടുള്ള DC വോൾട്ടേജിനെ തരുന്നു. ഇനിയിപ്പോ ഇൻപുട്ട് എത്ര വേരിയേഷൻ ഉണ്ടായാലും, ലോഡ് കറണ്ടിൽ എത്ര വേരിയേഷൻ ഉണ്ടായാലും, ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ എന്താണ് കിട്ടുക? കോൺസ്റ്റന്റും സ്റ്റേബിളും ആയിട്ടുള്ള DC വോൾട്ടേജ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് വോൾട്ടേജ് റെഗുലേറ്ററിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് IC, അതുപോലെ തന്നെ സർക്യൂട്ട് വിത്ത് സെനർ ഡയോഡ്സ് ആൻഡ് ട്രാൻസിസ്റ്റേഴ്സ്. സെനർ ഡയോഡ്സും ട്രാൻസിസ്റ്റേഴ്സും വെച്ചിട്ടുള്ള സർക്യൂട്ട്. സെനർ ഡയോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ സെനർ ഡയോഡിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യമേ എന്താണ്? വോൾട്ടേജ് റെഗുലേഷൻ ആണ് അല്ലെ? സെനർ ഡയോഡിനെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്നാണ് വിളിക്കുന്നത് മെയിൻ ആയിട്ട്. അപ്പോൾ സെനർ ഡയോഡ് യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഇനി വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ടിലാണ് നമുക്ക് വേണ്ട സാധനം സ്റ്റേബിൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള DC വോൾട്ടേജ് കിട്ടുക. ഔട്ട്പുട്ട് ഓർ ലോഡ്. The final stable DC voltage is delivered to the electronic device or circuit which is the load. Clear? അപ്പൊ ഇങ്ങോട്ട് നോക്കി, നമ്മളെ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മറന്നു പോയാലും ഓരോ ബ്ലോക്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ലൈനെങ്കിലും എഴുതാൻ ഓർമ്മ വേണമല്ലോ. ഒരുപാട് കാര്യം പഠിക്കുമ്പോൾ ഒരു കുറച്ച് കാര്യമൊക്കെ മിസ്സായി പോകുന്നതിന് നമുക്കിപ്പോ കുറ്റം പറയാൻ പറ്റത്തില്ല, എല്ലാവർക്കും സംഭവിക്കും. അപ്പോ മറക്കാൻ പാടില്ലാത്ത കീ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, 2-3 അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഇത് ആണ് ഓരോ ബ്ലോക്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന്, AC ഇൻപുട്ട് സിഗ്നലിന്റെ ആ പടം തന്നെ വരയ്ക്കുക, ആ ഒരു ഗ്രാഫ് തന്നെ വരയ്ക്കുക, എന്നിട്ട് അത് ട്രാൻസ്ഫോമറിന് കൊടുക്കുക. ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ എഴുതുമ്പോൾ മറക്കരുത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നു. സ്റ്റെപ്പ് ഡൗൺ ആ വേർഡ് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ മെയിൻ ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹൈ AC വോൾട്ടേജിനെ ലോ AC വോൾട്ടേജ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ ഐസൊലേഷൻ മറന്നു പോയാലും ഇത് മറക്കരുത്. ഇനി ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്നും റെക്ടിഫയറിലോട്ട് കൊടുക്കുമ്പോൾ റെക്ടിഫയർ എന്ത് ചെയ്യുന്നു? റെക്ടിഫയർ അത് ഈ ലോ വോൾട്ടേജ് AC സിഗ്നലിനെ എന്താക്കി? പൾസേറ്റിംഗ് DC സിഗ്നലാക്കി മാറ്റുന്നു. ലോ വോൾട്ടേജ് AC സിഗ്നൽ ടു പൾസേറ്റിംഗ് DC വോൾട്ടേജ് സിഗ്നൽ. ആ വേർഡ്സ് മറക്കരുത്. ഇതാണ് റെക്ടിഫയർ ചെയ്യുന്നത്. ഫിൽറ്റർ, അതേപോലെ അവിടെ എടുത്തു പറയേണ്ട കാര്യം, റെക്ടിഫയറിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, they may contain എന്ത്? A small AC components which is called ripple. അത് പറയണം. ആ റിപ്പിൾ അവിടെ പറഞ്ഞാലേ നമുക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഇതിനെ റിമൂവ് ചെയ്യുന്നു പറയാൻ പറ്റൂ. അപ്പൊ ഫിൽറ്റർ എന്ത് ചെയ്യുന്നു? ആ ഒരു റിപ്പിളിനെ റിമൂവ് ചെയ്യുന്നു. AC റിപ്പിൾ കമ്പോണന്റിനെ റിമൂവ് ചെയ്യുന്നു. AC റിപ്പിൾ കമ്പോണന്റ് റിമൂവ് ചെയ്യുന്നു. അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. വോൾട്ടേജ് റെഗുലേറ്റ്, ആ വേർഡിൽ തന്നെയുണ്ട്. വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നു. പൾസേറ്റിംഗ് DC വോൾട്ടേജിനെ റെഗുലേറ്റഡ് DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് വോൾട്ടേജ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ആ ഒരു DCന്റെ ഗ്രാഫ്. ഇത്രയാണ് ബ്ലോക്ക് ഡയഗ്രാം ചോദിച്ചാലും അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചാലും മെയിൻ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട്, ബാലൻസ് ക്ലാസ്സുമായിട്ട് വരാം അടുത്ത ദിവസം. അപ്പോ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കൂട്ടുകാരിൽ ആരെങ്കിലും പഠിക്കാൻ ടഫായിട്ട് തോന്നുന്നുണ്ട്, സബ്ജക്ട്സ് ഒന്നും തലയിൽ കയറുന്നില്ല, അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.